ഗൈസ്, ഇന്ന് നമ്മളൊരു ഹൗസ് വാമിങ്ങിന് പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, അമ്മയും ലോലസും കൂടെ ഉണ്ട്. പിന്നെ അയൽവാസികളായ 2 കുട്ടികളും കൂടെ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഇന്നാണെങ്കിൽ പുറത്ത് ഒടുക്കത്തെ വെയിൽ, പോരാത്തതിന് നമ്മൾ ഇന്ന് നടന്നും കൂടെയാണ് പോകുന്നത്. അങ്ങനെ വരാനുള്ളവരൊക്കെ വന്നു കേട്ടോ. ഇനി ഞങ്ങൾ വേഗം പോകട്ടെ. എൻ്റെ കയ്യിൽ കണ്ടോ ഗിഫ്റ്റൊക്കെ ഉണ്ട്. ലോലൂസത്തെ നല്ല ഉഷാറോടെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ അതേ നടന്ന് ക്ഷീണിച്ച് നമ്മൾ ഒടുവിൽ വീട്ടിലെത്തി. ഇനി കുറച്ച് വെള്ളം എന്തെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു, പക്ഷെ അവിടെ വെൽക്കം ഡ്രിങ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ വീട് കണ്ടാലോ. ഇതാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഉള്ളത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു കുഞ്ഞു ഹാളും കൂടെ ഉണ്ട്, ഡൈനിങ് ഏരിയ. പിന്നെ ഇതാ ഒരു ബെഡ്റൂം, ഇത് രണ്ടാമത്തെ ബെഡ്റൂം. പിന്നെ ബാത്റൂമുകൾ മൊത്തം 3 4 എങ്ങാണ്ടുണ്ട് കേട്ടോ. ലോലൂസ് ആണെങ്കിൽ വന്നപ്പോൾ മുതൽ ചോറ് ചോറ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളും അമ്മയും കൂടെ ആദ്യം കയറിയിരുന്നു കേട്ടോ. കിട്ടിയ സീറ്റിൽ അവർ കയറിയിരുന്നതാണ്. പിന്നെ ഞങ്ങളും കയറിയിരുന്നു. നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ മന്തിയാണ് ഉണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നേ. അധിക നേരമൊന്നും നമ്മൾ അവിടെ നിന്നില്ല, വേഗം തന്നെ പോന്നു. ലോലൂസിന്റെ മുടി വെട്ടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ടൗണിലേക്ക് പോയിട്ട് കുറേ നേരം ക്ഷീണിച്ച് അവിടെ ഇരുന്നിട്ടാണ് നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതും നമ്മൾ വിളിച്ചു വരുത്തിയതാണ്. അങ്ങനെ നമ്മൾ പാർലറിൽ എത്തിയതേ ചേച്ചി ലോലൂസിന്റെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കമ്പനി ആവുന്ന ഒരു ചേച്ചിയാണ്. നന്ദൂട്ടിയുടെ പോലെ മുടി വെട്ടണോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ദിവസമായിട്ട് വളർത്തിക്കൊണ്ട് വരുന്ന മുടിയാണ് കേട്ടോ. അങ്ങനെ ഇന്ന് അതിന് സമാപനമായി. അതിൻ്റെ ഉള്ളിൽ AC ആയതുകൊണ്ട് നമ്മൾ ചൂടറിഞ്ഞില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പുറത്തത്തെ ചൂട് നന്നായിട്ട് അറിഞ്ഞത്. അതും 2:30 3 മണിയായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ നേരെ പോയത് നമ്മുടെ സ്ഥിരം കടയായ കസാമിയിലേക്കാണ്. അവിടെ എത്തിയത് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ, എന്ത് വാങ്ങണമെന്ന് അറിയില്ല. പിന്നെ നമ്മൾ അവക്കാഡോടെ ഒരു ജ്യൂസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ആടിപ്പാടി ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു തുണിക്കട കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടെ കയറി ഒരു ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കണ്ട് കയറിയതാണ്. പക്ഷെ അവിടെ ചെന്ന് ഇട്ട് നോക്കിയപ്പോൾ ഭംഗി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും നടന്ന് 5-ാം മൈലിലെത്തിയ ഒരു ഓട്ടോ കയറി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.